Lord, you're holy, Lord. ഇന്ന് ലോകത്തിൽ ധാരാളം ക്രിസ്തീയ സഭകളുണ്ടല്ലോ. ബൈബിളിലെ വചനങ്ങൾ എല്ലാ സഭകൾക്കും ഒരുപോലെ ബാധകമാണോ? വിശുദ്ധ ബൈബിൾ സകല മാനവരുടെയും ആത്മരക്ഷയ്ക്കായി ദൈവം തന്നിരിക്കുന്ന അമൂല്യ ഗ്രന്ഥമാണ്. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാ ക്രിസ്തീയ സഭകൾക്കും ബാധകമാണ്. ക്രിസ്തീയ സഭകൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ബാധകമാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ ഇന്ന് ചില ക്രിസ്തീയ സഭകൾ കരുതുന്നത് ബൈബിളിലെ എല്ലാ വചനങ്ങളും അവർക്ക് ബാധകമല്ല എന്നാണ്. ഉദാഹരണത്തിന് മർക്കോസ് 16:16 വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും എന്ന കർത്താവിൻ്റെ കൽപ്പന നമുക്ക് കാണാം. ചില ക്രിസ്തീയ സഭക്കാർ വിശ്വസിക്കുന്നത് ഈ വാക്യവും കൽപ്പനയും ഇത് നമുക്കോ നമ്മുടെ സഭക്കാർക്കോ ബാധകമല്ല, അത് പെന്തക്കോസ്തുകാർക്ക് മാത്രം ബാധകമാണ്. 1 തിമോത്തി 2:5 എഴുതിയിരിക്കുന്നത് ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ അർപ്പിച്ച യേശുക്രിസ്തു. എന്നാൽ ചില സഭക്കാർ വിശ്വസിക്കുന്നത് ഇത് പെന്തക്കോസ്തുകാർക്ക് മാത്രം ബാധകമായ വചനമാണ്, നമുക്കോ നമ്മുടെ സഭക്കാർക്കോ ഈ വചനം ബാധകമല്ല. നമ്മെ സംബന്ധിച്ചാണെങ്കിൽ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ധാരാളം മധ്യസ്ഥന്മാർ വേണം. ഇതുപോലെ ബൈബിളിൽ കാണുന്ന ഒട്ടനവധി വാക്യങ്ങൾ ഇത് ഞങ്ങൾക്ക് ബാധകമല്ല, പെന്തക്കോസ്തുകാർക്ക് മാത്രം ബാധകമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. വാസ്തവത്തിൽ പെന്തക്കോസ്തുകാർക്ക് മാത്രമായി ബൈബിളിൽ ഒരു കൽപ്പനയുമില്ല. ബൈബിളിലെ കൽപ്പനകൾ എല്ലാ സഭക്കാർക്കും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ്. പുറപ്പാട് 20-ാം അധ്യായത്തിൽ 10 കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2ാമത്തെ കൽപ്പനയായി അവിടെ പറഞ്ഞിരിക്കുന്നത് മുകളിൽ ആകാശത്തിലോ കീഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. എന്നാൽ ചില സഭക്കാർ വിശ്വസിക്കുന്നത് ഈ കൽപ്പനകൾ നമുക്ക് ബാധകമല്ല, നമുക്ക് സ്വരൂപത്തെ ഉണ്ടാക്കാം, സ്വരൂപത്തെ വണങ്ങാം. കർത്താവിൻ്റെ ഈ 2ാമത്തെ കൽപ്പന പെന്തക്കോസ്തുകാർക്ക് മാത്രം ബാധകമാണ്, നമുക്ക് ബാധകമല്ല. ഇനി എബ്രായ ലേഖനം 8, 9, 10 അധ്യായങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ എന്നേക്കുമായുള്ള ഏകബലി കുരിശുമരണം, ആ ബലി വഴി എല്ലാ പാപപരിഹാര ബലികളും അവസാനിച്ചുവെന്നാണ്. പാപങ്ങളുടെ മോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലിയുടെ ആവശ്യമില്ലല്ലോ എന്ന് എബ്രായ ലേഖനം 10:18 കാണാം. എന്നാൽ ചില സഭകൾ വിശ്വസിക്കുന്നത് എബ്രായ ലേഖനം 8, 9, 10 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല, അത് പെന്തക്കോസ്തുകാർക്ക് മാത്രമാണ് ബാധകം, നമുക്ക് ആവർത്തിച്ചർപ്പിക്കുന്ന പാപപരിഹാര ബലി ആവശ്യമാണ്. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടനവധി വാക്യങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളുടെ സഭക്കാർക്കോ ബാധകമല്ല, അത് മറ്റേതെങ്കിലും സഭക്കാർക്ക് മാത്രമാണ് ബാധകം എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. പെന്തക്കോസ്തുകാർക്ക് മാത്രമായി സ്പെഷ്യലായി ഒരു നിയമങ്ങളും ബൈബിളിൽ ഇല്ല. ക്രിസ്തു പറഞ്ഞത്, എൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ അവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. ആരാണോ ക്രിസ്തുവിൻ്റെ വചനം കേട്ട് അത് പാലിക്കുന്നവൻ അവൻ ബുദ്ധിമാനാണ്, അവൻ എന്നേക്കും നിലനിൽക്കും. അന്ത്യന്യായവിധിയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തി മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സഭക്കാർക്ക് ഈ വചനമൊന്നും ബാധകമല്ല, മറ്റേതോ സഭക്കാർക്ക് മാത്രമാണ് ബൈബിളിലെ ചില കൽപ്പനകൾ ബാധകം എന്ന് വിശ്വസിക്കുന്നത്, അങ്ങനെ കരുതുന്നത് തികച്ചും അന്ധതയാണ്.
പാരമ്പര്യത്തിന് വലിയ ശക്തി ഉണ്ടോ? പാരമ്പര്യത്തിൽ കുടുങ്ങിയവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവവചനത്തിലേക്ക് വരാൻ കഴിയുമോ? പാരമ്പര്യത്തിന് ശക്തിയുണ്ട്. കാരണം നമ്മൾ ബാല്യപ്രായം മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ, ആവർത്തിച്ച് ചൊല്ലുന്ന ജപങ്ങൾ, ആവർത്തിച്ച് സംബന്ധിക്കുന്ന ചില ചടങ്ങുകൾ, അത് ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിപരീതമായാലും അതെല്ലാം നമ്മുടെ മനസ്സിൽ സ്വാധീനിക്കുക തികച്ചും സ്വാഭാവികമാണ്. വചനവിരുദ്ധമായാലും ഒരു കാര്യം ആവർത്തിച്ച് കാണുകയോ ചൊല്ലുകയോ ചെയ്താൽ അവയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു സദ്വാർത്ത, പാരമ്പര്യത്തെക്കാളും ശക്തി ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. പാരമ്പര്യം മനുഷ്യനിർമ്മിതമാണ്. പക്ഷേ പാരമ്പര്യത്തിൻ്റെ കെട്ടിൽ കിടക്കുന്ന ഏത് വ്യക്തിയെയും ദൈവത്തിൻ്റെ വചനത്തിന് പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും. എബ്രായ ലേഖനം 4:12 നമ്മോട് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. അത് ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം സന്ധിമജ്ജകളെ തുളച്ച് വേർവിടിവിക്കത്തക്ക രീതിയിൽ ശക്തിയുള്ളതാണ്. പാരമ്പര്യത്തിൻ്റെ ചങ്ങലയിൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യാത്മാവിനെ ആ ചങ്ങല അറുത്തുമാറ്റി പുറത്തു കൊണ്ടുവരുവാൻ ദൈവവചനമെന്ന ഈ ആത്മീയ വാളിന് മാത്രമേ കഴിയൂ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുവിൻ്റെ കാലത്തും പാരമ്പര്യത്തിൻ്റെ ചങ്ങലയാൽ ധാരാളം പേർ പെട്ടുകിടക്കുകയായിരുന്നു. ക്രിസ്തു പറഞ്ഞു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ക്രിസ്തുവിലും അവിടുത്തെ വചനത്തിലും ആശ്രയിക്കുവാൻ പാരമ്പര്യത്തിൽ പെട്ടുകിടക്കുന്ന ഒരുവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ കർത്താവ് തൻ്റെ വചനമയച്ച് പാരമ്പര്യത്തിൻ്റെ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്നവനെ വിമോചിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം, അതിവേഗം പായുന്ന വചനം, നമുക്ക് രോഗസൗഖ്യം മാത്രമല്ല തരുന്നത്. ബാല്യപ്രായം മുതൽ ചിലരെ തളച്ചിട്ടിരിക്കുന്ന വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങളിൽ നിന്നും മാനുഷിക സമ്പ്രദായങ്ങളിൽ നിന്നും അതിവേഗം പായുന്ന ദൈവത്തിൻ്റെ വചനം വിടുവിക്കും. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ പാരമ്പര്യ ചങ്ങല തകർത്ത് ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുവാനുള്ള ശേഷിയുള്ളൂ. ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചത് കൊണ്ടല്ലേ ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ വചനവിരുദ്ധങ്ങളായ ധാരാളം പാരമ്പര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത്? ശരിയാണ്. ഇന്ന് ചിലർ പാരമ്പര്യങ്ങൾക്കാണ് ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അവർക്ക് വിഷയമേ അല്ല. ദൈവത്തിൻ്റെ വചനത്തോടുള്ള അജ്ഞത നിമിത്തമോ അതോ മനഃപൂർവമായി ദൈവത്തിൻ്റെ വചനത്തിനെതിരെ മനുഷ്യൻ മത്സരിച്ചതുകൊണ്ടോ ആണ് ഇന്ന് ധാരാളം വചനവിരുദ്ധങ്ങളായ പാരമ്പര്യങ്ങൾ കാണാൻ കഴിയുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. ദൈവത്തോടും അവിടുത്തെ വചനത്തോടും മത്സരിച്ചതിൻ്റെ ഫലമായിട്ടാണ് വചനവിരുദ്ധമായ ഒരു ഭക്തിമാർഗം ഇന്ന് പലയിടങ്ങളിലും കാണാൻ കഴിയുന്നത്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ, കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നല്ലോ, എൻ ജനം അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം,
ദുഷ്പ്രവൃത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ ദൈവമാരെന്നറിയുന്നില്ല. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ, തിരുവചനത്തിനെതിരായ ഓരോ മാനുഷിക പാരമ്പര്യങ്ങളും ദൈവത്തോടുള്ള മത്സരമാണ്, വെല്ലുവിളിയാണ്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ദൈവകൽപ്പനകൾ ഇന്ന് അവഗണിക്കപ്പെടുകയും മാനുഷിക പാരമ്പര്യങ്ങൾക്ക് ബ്രദർ പറഞ്ഞതുപോലെ ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് എത്രമാത്രം വേദനയുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുകയും അതേസമയം ക്രിസ്തു കൽപ്പിച്ച പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തെ കാണുമ്പോൾ ഇന്നും കർത്താവിന് പറയാനുള്ളത് ഇതുമാത്രമാണ്: ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. എല്ലാ ക്രിസ്തീയ സഭകളിലും ഉള്ള നേതാക്കന്മാർ ഇന്ന് അവരുടെ കീഴിലുള്ള ജനങ്ങളോട് ബൈബിൾ വായിക്കുവാൻ പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? തീർച്ചയായും അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇന്ന് എല്ലാ ക്രിസ്തീയ സഭകളിലുമുള്ള നേതാക്കന്മാർ അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് ബൈബിൾ വായിക്കാൻ പറയാറുണ്ട്. തികച്ചും നല്ല കാര്യം. പക്ഷേ എല്ലാ ക്രിസ്തീയ സഭകളും അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. മധ്യകാലഘട്ടത്തിൽ ഒരു പ്രത്യേക പാരമ്പര്യ സഭ അവരുടെ കീഴിലുള്ള ജനങ്ങൾക്ക് ബൈബിൾ കൊടുത്തിരുന്നില്ല. മാത്രമല്ല, ബൈബിൾ വായിക്കാൻ പാടില്ല എന്നും ആ സഭ ഒരു കാലത്ത് അവരുടെ വിശ്വാസികൾക്ക് താക്കീത് നൽകിയിരുന്നു. ഇനി കേരളത്തിൽ ഒരു പ്രത്യേക പാരമ്പര്യ സഭ അവരുടെ കീഴിലുള്ള വിശ്വാസികൾക്ക് ബൈബിൾ വായിക്കാനായി ബൈബിൾ മലയാളത്തിൽ അടിച്ചിറക്കിയിട്ട് ഏകദേശം 50 വർഷം മാത്രമേ ആകുന്നുള്ളൂ. ഇന്നേക്ക് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു പ്രത്യേക സഭയിലെ ജനങ്ങൾ ബൈബിൾ വായിച്ചിരുന്നില്ല. അതിന് കാരണം ആ സഭയിലെ നേതാക്കൾ അവരുടെ കീഴിലുള്ള വിശ്വാസികൾ ബൈബിളിലെ സത്യങ്ങൾ വായിച്ചറിയാതിരിക്കുവാനായി ബൈബിൾ തന്നെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയില്ല. എന്നാൽ മറ്റു ചില സഭക്കാർ വളരെ നേരത്തെ തന്നെ മലയാളത്തിൽ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിരുന്നു. എന്നാൽ മറ്റു സഭക്കാരുടെ ബൈബിൾ നിങ്ങൾ വായിക്കരുത്, ആ ബൈബിൾ ശരിയല്ല എന്ന് പറഞ്ഞ് ബൈബിളിൽ നിന്ന് തികച്ചും ചില സഭാ നേതാക്കൾ അവരുടെ വിശ്വാസികളെ അകറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടം ഈ കേരളത്തിൽ ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. വിശ്വാസികൾക്ക് വായിക്കുവാനായി ബൈബിൾ പരിഭാഷപ്പെടുത്തി കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റേതെങ്കിലും സഭക്കാരുടെ കയ്യിൽ ബൈബിൾ മലയാളത്തിലുണ്ടെങ്കിൽ അത് വായിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ബൈബിളിൽ നിന്ന് പൂർണ്ണമായി വിശ്വാസികളെ അകറ്റി നിർത്തിയ ഒരു സഭയുടെ ചരിത്രം കേരളത്തിലുണ്ട്. ഉദാഹരണത്തിന്, എൻ്റെ പിതാവിൻ്റെ പിതാവ് ബൈബിൾ കണ്ടിട്ടേയില്ല. അതുപോലെ എത്രയോ പിതാക്കന്മാർ കേരളത്തിൽ ബൈബിൾ ഒന്ന് കാണാനോ വായിക്കാനോ കഴിയാതെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ ജീവൻ്റെ വചനങ്ങളെക്കുറിച്ച് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ച് മരിച്ചുപോയി. അവർക്ക് ലഭിച്ചത് ജീവനില്ലാത്ത ചില സ്വരൂപങ്ങളും പ്രതിമകളും മരിച്ചവരോടുള്ള ചില പ്രാർത്ഥനകളും. അതിൽ തൃപ്തിപ്പെട്ട് ജീവൻ്റെ വചനത്തിൽ നിന്ന് പാടെ അകറ്റപ്പെട്ട് മരിച്ചുപോയ ധാരാളം ക്രിസ്ത്യാനികളായ പിതാക്കന്മാർ കേരള സഭാ ചരിത്രത്തിൽ ഉണ്ട്. പക്ഷേ ഇന്ന് അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. ഇപ്പോൾ എല്ലാ സഭക്കാരും ബൈബിൾ വായിക്കുന്നുണ്ട്.
എല്ലാ സഭയുടെ നേതാക്കന്മാരും ബൈബിൾ വായിക്കാൻ തന്നെയാണ് അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ചില സഭാ നേതാക്കൾ അവരുടെ കീഴിലുള്ള വിശ്വാസികളോട് പറയുന്നത്, നിങ്ങൾ ബൈബിൾ വായിച്ചാലും അതിലുള്ളത് അതേപോലെ വിശ്വസിക്കരുത്. നേതാക്കന്മാരായ ഞങ്ങൾ പറയുന്ന വ്യാഖ്യാനമാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. ഞങ്ങളുടെ കീഴിലുള്ള നിങ്ങൾ ഒരിക്കലും ബൈബിൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. മാത്രമല്ല, ബൈബിൾ മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ബൈബിളിൽ കാണാത്ത ഒരുപാട് പാരമ്പര്യങ്ങൾ നമുക്കുണ്ട്. അതും നമുക്ക് വേണം. ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യവും നമുക്ക് വേണം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര വലിയ കുഴപ്പം? ബൈബിളിനോടൊപ്പം മാനുഷിക പാരമ്പര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമുണ്ട്. വചനം ദൈവത്തിൻ്റേതാണ്. പാരമ്പര്യങ്ങളെല്ലാം മാനുഷിക ബുദ്ധിയിൽ ഉദിച്ചതാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് കീഴ്പ്പെടാതെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ച ഭക്തന്മാർ ഉണ്ടായിരുന്നു. ക്രിസ്തു അവരോട് പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നെ വിട്ട് അകലെയാണ്. അവർ മാനുഷിക കൽപ്പനകൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന പോലെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വൃഥ ആരാധിക്കുന്നു. പാരമ്പര്യവാദികളായ അവരോട് ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കൗശലപൂർവം അവഗണിക്കുന്നു എന്ന് ക്രിസ്തു പറഞ്ഞു. ഈ 21-ാം നൂറ്റാണ്ടിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യവും നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവും വേണം, പിശാചും വേണം, രണ്ടിനെയും നമുക്ക് ഒരുമിച്ച് സേവിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ്. കാരണം മാനുഷിക ബുദ്ധിയിൽ ഉദിച്ച പാരമ്പര്യങ്ങളൊക്കെ തന്നെ ദൈവത്തിൻ്റെ വചനത്തോട് നേരെ എതിരാണ്. മനുഷ്യൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ ചിന്തയും വ്യത്യസ്തമാണ്. ഒരിക്കലും ഇത് തമ്മിൽ കൂടിച്ചേരുകയില്ല. പാരമ്പര്യം പാലിച്ചാൽ നിങ്ങൾ എന്നെ ആരാധിക്കുന്നത് വെറുതെയാണ്, ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബൈബിൾ വായിക്കുകയും കൂട്ടത്തിൽ ബൈബിളിൽ കാണാത്ത ഒരുപാട് പാരമ്പര്യങ്ങളുടെ പുറകെ പോകുകയും ചെയ്താൽ ഈ പാരമ്പര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീണ വചനത്തിൻ്റെ വിത്തുകളെയൊക്കെ കൊല്ലും. വിതക്കാരൻ്റെ ഉപമ കർത്താവ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ചിലരുടെ ഹൃദയത്തിൽ വചനമെന്ന വിത്ത് വീഴുന്നുണ്ട്, പക്ഷേ പിശാച് വന്ന് അത് മോഷ്ടിക്കും. ഇതുപോലെ നമ്മൾ ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യവും നമുക്ക് വേണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മൾ എത്തിയാൽ, അഥവാ ഈ ബൈബിളിലെ ഏതെങ്കിലും വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിത്തായി കിടക്കുന്നുണ്ടെങ്കിൽ ആ വിത്തിനെ ഈ പാരമ്പര്യം നശിപ്പിക്കും. അതുകൊണ്ട് ഒന്നുകിൽ ബൈബിൾ അല്ലെങ്കിൽ പാരമ്പര്യം. എന്നാൽ ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യവും നമുക്ക് വേണം എന്ന സിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വസിച്ച് പാരമ്പര്യത്തിൻ്റെ പുറകെ പോയാൽ ഈ തിരുവചനങ്ങൾ നമുക്ക് വിശ്വസിക്കാനോ അനുസരിക്കാനോ പറ്റില്ല. ഒന്നുകിൽ നമ്മൾ പാരമ്പര്യത്തെ സേവിക്കും, അല്ലെങ്കിൽ വചനം അനുസരിക്കും. ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ബൈബിൾ വായിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണ് നിങ്ങൾ ബൈബിൾ വായിച്ചോളൂ പ്ലസ് പാരമ്പര്യവും വേണം എന്ന് പറയുന്നത്. കാരണം ബൈബിളിനോടൊപ്പം പാരമ്പര്യം ചേർത്താൽ ഈ പാരമ്പര്യം വചനത്തിൽ നിന്ന് നമ്മെ പൂർണ്ണമായി അകറ്റും. 4-ാം നൂറ്റാണ്ട് വരെ ക്രിസ്തീയ സഭയിൽ ഇന്ന് കാണുന്ന മാനുഷിക പാരമ്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. AD 312 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോഴാണ് ധാരാളം വിജാതികൾ ക്രിസ്തുമതത്തിലേക്ക് വന്നത്. മാനസാന്തരപ്പെടാതെ കുറേ പേർ ക്രിസ്തുമതം സ്വീകരിച്ചു. അവർക്ക് അവരുടെ ദൈവങ്ങളും വിഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അതിനെയൊന്നും ഹൃദയത്തിൽ നിന്ന് മാറ്റാതെ പേരിന് മാത്രം ക്രിസ്തുമതം സ്വീകരിച്ച ധാരാളം പേരുണ്ടായിരുന്നു. അവരുടെ ആരാധന രീതികളും പ്രാർത്ഥനാ രീതികളും അവയ്ക്കെല്ലാം ഒരു ക്രിസ്തീയ പരിവേഷം ഇട്ടുകൊടുത്തു. പിന്നീട് വന്ന ചില സഭാ നേതാക്കന്മാരാകട്ടെ ദൈവത്തിൻ്റെ വചനത്തോട് കടുത്ത അനീതി ചെയ്തവരായിരുന്നു. എല്ലാവരുമല്ല. യുദ്ധം ചെയ്ത് മറ്റുള്ളവരെ കൊല്ലുവാൻ ആഹ്വാനം ചെയ്ത സഭാ നേതാക്കന്മാരുണ്ടായിരുന്നു.
അങ്ങനെയാണ് കുരിശു യുദ്ധങ്ങൾ ഉണ്ടായത്, വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ലൊപ്പാൻഡോ യുദ്ധം ജയിച്ചത് മറിയത്തിൻ്റെ മധ്യസ്ഥതയാലാണ്. മറിയത്തെ പോലും ഒരു യുദ്ധദേവതയാക്കി. യുദ്ധം ജയിക്കുവാൻ മറിയത്തോട് അപേക്ഷിച്ചാൽ മതി, മറിയം യുദ്ധദേവതയാണ്. ശത്രു സംഹാരത്തിനായി മറിയത്തോട് അപേക്ഷിച്ചാൽ മതി എന്നുള്ള വിശ്വാസം. അങ്ങനെയൊക്കെയുള്ള ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിന്ന് നേരെ വിപരീതമായ വിശ്വാസങ്ങളും വിശ്വാസ പ്രമാണങ്ങളൊക്കെ ക്രിസ്തീയ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. സാത്താൻ വലിയ തന്ത്രശാലിയാണ്. സാത്താൻ വിചാരിച്ചു എല്ലാ ക്രിസ്ത്യാനികളെയും സ്വാധീനിക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് ചില ക്രിസ്തീയ സഭാ നേതാക്കളെ സ്വാധീനിക്കുക. ഒരു ക്രിസ്തീയ സഭാ നേതാവിൻ്റെ തലയിൽ വചനവിരുദ്ധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഭക്തിമാർഗങ്ങളും അങ്ങ് നിക്ഷേപിച്ചാൽ ആ സഭാ നേതാവ് ഈ പിശാചിൻ്റെ ഉപദേശങ്ങൾ തൻ്റെ കീഴിലുള്ള ജനങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ മൊത്തം ജനങ്ങളും ആ സഭാ നേതാവിനാൽ വഴിതെറ്റും. ഇതാണ് സഭാചരിത്രത്തിൽ സംഭവിച്ചത്. എന്നാൽ അന്ധകാര കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിൽ പോലും ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തരായ പല ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. അവർ ഈ വലിയ ഒഴുക്കിലൊന്നും പെടാതെ കുറച്ചു പേരാണ് എങ്കിലും ദൈവത്തിൻ്റെ വചനത്തോട്, ജീവൻ്റെ ഇടുങ്ങിയ വഴിയോട് വിശ്വസ്തത പാലിച്ചവരായിരുന്നു. അവരായിരുന്നു യഥാർത്ഥ സഭ. അവരെ ലോകം അംഗീകരിച്ചില്ല. ഇന്നും ഇതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തെ അംഗീകരിക്കുന്ന ക്രിസ്ത്യാനികളുടെ എണ്ണം, ശരിക്കും വീണ്ടും ജനിച്ച ക്രിസ്ത്യാനികളുടെ എണ്ണം, ബൈബിളിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെ വളരെ ചുരുക്കമാണ്. സാധാരണ മനുഷ്യൻ്റെ ചിന്ത നാടോടുമ്പോൾ നടുവിലൂടെ ഓടണം, അല്ലാതെ എനിക്ക് ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം, അങ്ങനെ ചിന്തിക്കുന്നവരല്ല ഭൂരിപക്ഷവും. എന്നാൽ ക്രിസ്തു പറഞ്ഞു, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമുക്ക് ഈ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒഴുക്കിലും അവിടെ കാണുന്ന വചനവിരുദ്ധങ്ങളായ ആചാരങ്ങളിലും പെട്ട് നശിച്ചു പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകുമെന്ന് പത്രോസ് ചോദിച്ചു. നമ്മൾ ഈ നിത്യജീവൻ്റെ വചനങ്ങളെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ മനുഷ്യനിർമ്മിതമായ പാരമ്പര്യത്തെ ഒരിക്കലും നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റില്ല. അതിൻ്റെ ഉത്ഭവം വാസ്തവത്തിൽ സാത്താന്യമാണ്. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഏത് ബന്ധനങ്ങളെയും തകർക്കുവാൻ കഴിവുള്ള കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പാരമ്പര്യത്തിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ വാസ്തവത്തിൽ സത്യം അറിയേണ്ടവണ്ണം അറിയാതെ, കർത്താവേ, അവർ ആയിരിക്കുന്ന വലിയ കെണി, കുരുക്ക് അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് സമ്പൂർണമായ മോചിതരാകുവാൻ, കർത്താവേ, പുത്രൻ സ്വാതന്ത്ര്യം നൽകിയാൽ സാക്ഷാൽ സ്വതന്ത്രരാകുമല്ലോ. കർത്താവേ, അങ്ങയുടെ വചനത്താൽ പാരമ്പര്യ ബന്ധനത്തിലായിരിക്കുന്നവരെ പരിപൂർണമായ സ്വാതന്ത്ര്യം ദൈവം നൽകുന്നോർത്ത് നന്ദി. കർത്താവേ, സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാൻ തടസ്സമായ ഈ പാരമ്പര്യ ബന്ധനത്തിൽ നിന്ന് പരിപൂർണമായി മോചിതരായിട്ട് യഥാർത്ഥ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ച് കർത്താവെ, ആ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് എത്തുവാൻ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവമേ അവിടുന്ന് സഹായിക്കണമേ. നിത്യജീവൻ്റെ മൊഴികളെ പാലിച്ച് കർത്താവെ, അവിടുത്തെ വചനമായിട്ട് ആഴമേറിയ ബന്ധത്തിലേക്ക് വന്ന് ആ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനുള്ള വലിയ നിർണയം എല്ലാവർക്കുള്ളിൽ ദൈവം നൽകണമേ. അവിടുത്തെ വചനം പാലിച്ച്
കർത്താവ് നിത്യരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആ ഭാഗ്യം എല്ലാവരുടെ മേൽ ഉണ്ടാകേണ്ട ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ വചനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അത് പാലിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം അവിടുന്ന് ഇടയാക്കുന്നോർത്ത് ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ അതിവേഗം ഓടുന്ന വചനത്താലുള്ള ഒരു പരിപൂർണമായ സ്വാതന്ത്ര്യം കർത്താവെ, പാരമ്പര്യ ബന്ധനത്തിൽ നിന്ന് പരിപൂർണമായിട്ട് വിമോചനം ജീവിതങ്ങൾക്ക് ദൈവം നൽകിയിരിക്കാൻ ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് വചനം കേട്ട് ഹല്ലേലൂയ എല്ലാവരുടെ മേൽ നിന്റെ ആത്മാവ് പരിവർത്തിച്ച നന്ദി കർത്താവെ. പ്രാർത്ഥന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ഇന്ന സഭക്കാരനാണ് എന്നുള്ള മനോഭാവത്തോടെ വായിക്കാമോ? അങ്ങനെ വായിച്ചാൽ എന്താണ് അപകടം? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ബൈബിൾ നാം വായിക്കുമ്പോൾ ഞാൻ പാരമ്പര്യ സഭക്കാരനാണ്, ഞാൻ പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരനാണ്, ഇങ്ങനെയുള്ള മനോഭാവത്തോടെ ഒരിക്കലും ബൈബിൾ വായിക്കാൻ പാടില്ല. ബൈബിൾ നാം വായിക്കുമ്പോൾ നമുക്ക് വേണ്ട മനോഭാവം, കർത്താവെ അങ്ങ് എന്നോട് ഈ വചനത്തിലൂടെ സംസാരിക്കണമേ, ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ അങ്ങയുടെ ദാസിയാണ്. ഈ ഒരു മനോഭാവത്തോടെയാണ് നാം തിരുവചനം വായിക്കേണ്ടത്. ഞാൻ ഇന്ന സഭയുടെ വിശ്വാസിയാണ്, ഇന്ന സഭയുടെ ശുശ്രൂഷക്കാരനാണ്, ശുശ്രൂഷക്കാരിയാണ്. ആ ഒരു മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് ബൈബിൾ വായിക്കരുത്. കർത്താവെ നീ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കാം, ആ മനോഭാവത്തോടു കൂടെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കണം. എങ്കിൽ മാത്രമേ കർത്താവ് നമ്മോട് സംസാരിക്കുകയുള്ളൂ. ദൈവം സാമുവേലിനെ വിളിക്കുമ്പോൾ സാമുവേൽ എന്താണ് പറയുന്നത്? 1 സാമുവേൽ 3-ാം അധ്യായം 8 മുതൽ വായിക്കുന്നു. 3-ാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങ് എന്നെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക, ഇനി നിന്നെ വിളിച്ചാൽ കർത്താവെ അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് പറയണം. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുൻപിലത്തെ പോലെ സാമുവൽ, സാമുവൽ എന്ന് വിളിച്ചു. സാമുവൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു. നാം കർത്താവിൻ്റെ ദാസന്മാരാണ്. ആ മനോഭാവത്തോടുകൂടെ തിരുവചനം വായിക്കണം. അപ്പസ്തോലനായ പൗലോസ് ദമാസ്കസിലേക്കുള്ള യാത്രയിൽ കർത്താവായ യേശുവിനെ സന്ധിച്ചു. പൗലോസ് ചോദിക്കുകയാണ്, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. നമ്മൾ കർത്താവിൻ്റെ ആടുകളാണ്. കർത്താവേ അങ്ങാണ് എൻ്റെ ഇടയൻ, അങ്ങയുടെ സ്വരം എനിക്ക് കേൾക്കണം, ഞാൻ വായിക്കുന്ന വചനത്തിലൂടെ അങ്ങ് എന്നോട് സംസാരിക്കണമേ. ആ മനോഭാവത്തോടെ നാം തിരുവചനം വായിച്ചാൽ കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഞാൻ ഇന്ന സഭക്കാരനാണ്, ഇന്ന സഭയുടെ ശുശ്രൂഷക്കാരനാണ് എന്ന മനോഭാവത്തോടെ നാം ബൈബിൾ വായിച്ചാൽ ബൈബിളിലെ പല വാക്യങ്ങളും നമുക്ക് അനുസരിക്കാൻ പറ്റില്ല, പല വാക്യങ്ങളും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. കാരണം ഇന്ന് ചില സഭകളുടെ ഉപദേശങ്ങളും പ്രബോധനങ്ങളും അവ ആചരിക്കുന്ന പാരമ്പര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് നേരെ വിപരീതമാണ്.